എന്റെ വിജയം കണ്ടല്ലോ അവരുടെ മൂക്ക് ചുവക്കും. വേണ്ട, എനിക്ക് എന്തായാലും ചോപ്പ് വേണ്ട, എനിക്ക് മഞ്ഞ മതി. കാരണം എനിക്ക് ചോപ്പ് ഒട്ടും ഇഷ്ടമല്ല. എടാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമേ നീയൊക്കെ തോക്കുമെന്നാണ്. എടാ നീ തോപ്പിക്കോ അതോ മൂക്കിനെ ചോപ്പിക്കോ? എന്തിനിങ്ങനെ വെറുതെ കൺഫ്യൂഷൻ ആക്കുന്നേ? എടാ ഞാൻ പറഞ്ഞത് ഡിഫീറ്റ് എന്നാ. 2 feet എന്ന് കേട്ടിട്ടുണ്ട്, 3 feet എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഡിഫീറ്റ് എന്ന് മാത്രം കേട്ടിട്ടില്ല. ഓ നിന്റെ അടുത്ത് ഇങ്ങനെ സമയം കളയുന്നതിനേക്കാൾ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓഫർ ഡോക്യുമെന്റ്സ് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതൊരു നല്ല ടൈം പാസ് ആവുകയും ചെയ്യും. സംശയമുണ്ടോ? നമുക്ക് കളി തുടങ്ങാം. വേഗം വാ. ചിലപ്പോ ബോളിനോടൊപ്പം തന്നെ അവൻ തിരിച്ചു വരും. കുഴപ്പമൊന്നുമില്ലല്ലോ പോപ്പട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും പോയി കളിക്കാം. ചിലപ്പോ ഈ ബോളിങ് പോപ്പട്ടിനെ ചമ്മന്തിയാക്കാനും സാധ്യതയുണ്ട്. ഇവ കരഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. വേഗം വാ, നമുക്ക് പോയി നോക്കാം. എടാ ഞാനൊരു കാര്യം പറയാം, അതിന്റെ അടുത്ത് പോകുന്നൊക്കെ കൊള്ളാം. അവൻ വല്ല കരാട്ടയും കളിക്കാൻ നോക്കിക്കൊള്ളാം. എന്ത് പറ്റി പ്രിസ്? നീ എന്താ ഈ കഴിയുന്നേ? നിന്റെ ഈ മുള്ളു കാരണമാ ആരും പേടിച്ചിട്ട് നിന്റെ അടുത്തേക്ക് വരാത്തേ. പിന്നെ ഇതുകൊണ്ട് ഒരു ഉപകാരമുണ്ട്. റെസ്റ്റോറന്റിലെല്ലാം പോയി കഴിഞ്ഞാലേ കഴിക്കാൻ സ്പൂണിന്റെ ആവശ്യം ഇവിടെ ഉണ്ടാവില്ല. അതോടെ അങ്ങനെ. കാരണം ഒരു മുള്ളെടുത്ത് കൊത്തി കഴിച്ചാൽ മതിയല്ലോ. അത് ഒന്നല്ല, ഒരുപാടുണ്ട്. ഇങ്ങനെ വെറുതെ കരയല്ലേ. അവൻ ഞങ്ങളുടെ കൂട്ടുകാരനാണ്, ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. എന്തുകൊണ്ടില്ല, ഞങ്ങളുണ്ടല്ലോ നിന്റെ കൂടെ. ശരി വാ കൂട്ടുകാരെ, നമുക്ക് പോയി കളിക്കാം. ശരി വാ വാ, നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാം. നീ വെറുതെ ഇവിടെ നിന്ന് കരയണ്ട. ഇവിടെ ഇങ്ങനെ കരയരുത്, ഞങ്ങളുണ്ടല്ലോ. വാ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കളിക്കാം. നിങ്ങളെല്ലാവരും നല്ലവരാണ്. താങ്ക് യു കൂട്ടുകാരാ. എടാ വേഗം വാ, നമുക്ക് പോയി ഊഞ്ഞാലാടാം. ഊഞ്ഞാല് വേണ്ട, ഊഞ്ഞാല് വേണ്ട. നമുക്ക് വലിയ എന്തെങ്കിലും കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. നല്ല
nothing. അപ്പത്തേക്ക് താരവരമ്പത്ത് ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും എന്നെ പേടിയാണ്. ആർക്കും എന്നോട് ഒട്ടും സ്നേഹമില്ല. അങ്ങനെയൊന്നും പറയല്ലേ കുട്ടികളെ. എന്റെ ഈ പുള്ളി എനിക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, പ്രകൃതി നിന്നെ സൃഷ്ടിച്ചത് എന്തെങ്കിലും നല്ല കാര്യത്തിനായിരിക്കും. ഇതിന് നന്മ കാണിക്കാനായിട്ട് നിനക്ക് സമയം വരും. അതിനു വേണ്ടിയേ നീ കാത്തിരിക്കാൻ നോക്ക്. Thank you so much. അക്കത്തേക്ക് താരവരമ്പത്ത് ഒരിക്കൽ കൂടെ പറഞ്ഞേ. അങ്ങ് എന്താ പറഞ്ഞത്? അതായത് ഞാൻ പറഞ്ഞത് താങ്ക് യു. അക്കത്തേക്ക് താരവരമ്പത്ത് ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് താങ്ക് യു പറഞ്ഞത്. ആ കിട്ടിപ്പോയി. കൂട്ടുകാരെ, മുള്ളു കാരണം എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഒരു മുള്ളു കാരണം എന്തുമാത്രം നന്മയാ ഉണ്ടായത്. ശരിയാണ്. ബാക്കിയുള്ള മുള്ള വെച്ച് നമുക്ക് എല്ലാവരെയും സന്തോഷപ്പെടുത്താം. നീ ഒരു മുള്ളിങ് തന്നെ. താങ്ക് യു. ഇവന് കഴിക്കുന്നതും മുള്ളു തന്നെ ആയിരിക്കും ഇഷ്ടം തോന്നുന്നത്. എടാ, ഞാൻ മുള്ളെന്ന് പറഞ്ഞത് സ്പൈസിയാണ്. ഒരു തമാശ പോലും പറയാൻ അനുവദിക്കില്ല നിങ്ങള്. എന്ത് പറ്റി? നിങ്ങൾക്കും കാണണമല്ലേ? തിരിഞ്ഞു നിൽക്ക്. എന്ത് പറ്റി? നീ എന്താ കളിക്കുന്നില്ലേ? ബാക്കി എല്ലാരും സ്പൈക്സ് ഇട്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ നിന്റെ ഷൂ അഴിച്ച് ഞങ്ങളുടെ കയ്യിൽ താ. ഇന്നാ സ്പൈസ് ഉള്ള ഷൂസ്. താങ്ക് യു. ഗോപു, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ താങ്ക് യു. ഇതെന്തിനാ താങ്ക്സ് ഒക്കെ? കൂട്ടുകാർക്കിടയിൽ താങ്ക്സ് ഒന്നുമില്ല. ഞങ്ങൾ പറഞ്ഞതല്ലേ നീ ഞങ്ങളുടെ ബെസ്റ്റ് കൂട്ടുകാരനാണെന്ന്. അതെ, നിങ്ങളെന്താ കളിക്കാൻ വരാത്തെ? നാളെ വരണേ, നിന്റെ കൂടെ കളിക്കാൻ നല്ല രസമുണ്ട്.
ജീവിതത്തിൽ ഇതുപോലുള്ള അവസരങ്ങളിൽ സാധാരണ ഗ്രൂപ്പ് ഹഗ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം അവോയ്ഡ് ചെയ്യാം, അല്ലേ കൂട്ടുകാരെ? കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ജോക്കിന് ആദ്യമായിട്ടാണ് ഇവരൊക്കെ ചിരിക്കുന്നത്.